നവരാത്രിയിൽ മൂന്നാമത്തെ ദിവസം ആരാധിക്കുന്നത് ചന്ദ്രകണ്ഠാ ദേവിയാണ്. മനഃശാന്തി, സ്വാസ്ഥ്യം, ജീവിതാഭിവൃദ്ധി എന്നിവയ്ക്കാൻ ചന്ദ്രകണ്ഠാമാതയെ നവരാത്രിയിൽ മൂന്നാം ദിവസം ആരാധിക്കുന്നു. നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ശത്രുക്കളോട് മത്സരിക്കാൻ ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു. സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈകളിലുമായി പത്മം, ധനുഷ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം എന്നീ ആയുധങ്ങളുമുണ്ട്. നവരാത്രിയിൽ പാർവതിയുടെ ചന്ദ്രകണ്ഠാഭാവമാണ് മൂന്നാം ദിവസം ആരാധിക്കുന്നത്. വിവാഹത്തിനായി ശിവഭഗവാൻ എഴുന്നള്ളിയപ്പോൾ ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള പാർവതി ദേവിയുടെ ബന്ധുജനങ്ങൾക്ക് മനോവിഷമം. ശിവന്റെ ശ്മശാന വേഷവും ഭൂതഗണങ്ങളും ഒപ്പമുള്ള കാട്ടുമൃഗങ്ങളുമൊക്കെയാണ് അതിന് കാരണം. ദേവി അവരെ സ്വീകരിച്ച് അവരുടെ ആയുധങ്ങൾ വാങ്ങി തന്റെ കയ്യിൽ പിടിക്കുകയും പുലിപ്പുറത്തിരുന്ന് അവർക്ക് സ്വാഗതം അരുളുകയും ചെയ്തുവത്രേ. ഇതാണ് ചന്ദ്രകണ്ഠയുടെ ഭാവം. ചന്ദ്രകണ്ഠാദേവിയുടെ മന്ത്രം: പിണ്ടജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. പിണ്ടജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. പിണ്ടജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. പിണ്ടജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. പിണ്ടജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. പിണ്ടജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. പിണ്ടജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. പിണ്ടജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. പിണ്ടജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത.